ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒത്തിരി വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ലെവലിൽ ചെയ്യും, അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള എക്സ്പ്രഷൻസ് എങ്ങനെയാണ് എന്നും അതെങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ഇനി നമുക്ക് വയറ്റിൽ ഒട്ടും സ്ഥലമില്ല കഴിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമല്ല, എനിക്കിനി ഒട്ടും സ്ഥലമില്ല കഴിക്കാൻ. ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ ആം സ്റ്റഫ്ഡ്. ഐ ആം സ്റ്റഫ്ഡ്. ഇപ്പൊ നമ്മൾ സ്റ്റഫ് ചെയ്യുക എന്ന് പറയില്ലേ, ഇപ്പൊ പക്ഷികളെയൊക്കെ വയറ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ച് സ്റ്റഫ് ചെയ്യുക. അപ്പൊ അതേ രീതിയിലുള്ള അർത്ഥമാണ് വയറ് നിറഞ്ഞു. അപ്പൊ ഐ ആം സ്റ്റഫ്ഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അതിനെങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം? ഐ ആം സ്റ്റഫ്ഡ് അല്ലെങ്കിൽ ആ സ്റ്റഫ്ഡ് എന്ന് പറയുന്ന പദം. വയറ് നിറഞ്ഞു, എന്റെ പ്ലേറ്റിൽ ഇനി അധികം ഇടണ്ട, എന്റെ വയറ് നിറഞ്ഞു എന്നുള്ളത് എങ്ങനെ പറയും? ഡോണ്ട് ഫിൽ മൈ പ്ലേറ്റ്, ഐ ആം സ്റ്റഫ്ഡ്. ഡോണ്ട് ഫിൽ മൈ പ്ലേറ്റ്, ഐ ആം സ്റ്റഫ്ഡ്. വയറ് നിറഞ്ഞ കാരണം ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെ പറയും. ഐ ഗോ ടു ടേക്ക് റെസ്റ്റ് ബിക്കോസ് ഐ ആം സ്റ്റഫ്ഡ്. ഐ ഗോ ടു ടേക്ക് റെസ്റ്റ് ബിക്കോസ് ഐ ആം സ്റ്റഫ്ഡ്. എനിക്ക് വളരെ ദാഹമുണ്ട്, ഐ ആം വെരി തേഴ്സ്റ്റി. എനിക്ക് ഒത്തിരി ദാഹമുണ്ട് എന്നുള്ളത് എങ്ങനെ നമ്മൾ പറയും? ഐ ആം പാർച്ച്ഡ്. ഐ ആം പാർച്ച്ഡ്. പാർച്ച്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർച്ച്ഡ് ലാൻഡ് എന്ന് പറയാം, ഉണങ്ങി വരണ്ട ഭൂമിനെയാണ് പാർച്ച്ഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും അത് വലിച്ചെടുക്കും. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒത്തിരി ദാഹം ഉണ്ടെന്നുള്ളതിന് ആ പാർച്ച്ഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഐ ആം പാർച്ച്ഡ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. പാർച്ച്ഡ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ട്. ഐ വാസ് പാർച്ച്ഡ്, സോ ഐ ഡ്രാങ്ക് മോർ വാട്ടർ. എനിക്ക് ദാഹമുണ്ടായിരുന്നു, ഐ വാസ് പാർച്ച്ഡ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു. സോ ഐ ഡ്രാങ്ക് മോർ വാട്ടർ. ഐ വാസ് പാർച്ച്ഡ്, സോ ഐ ഡ്രാങ്ക് മോർ വാട്ടർ. അവന് ഒത്തിരി ദാഹമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ബോധരഹിതനായി വീണു. അപ്പൊ അതെങ്ങനെ പറയും? He was parched. Because of that, he collapsed. He was parched. Because of that, he collapsed. അപ്പൊ യൂറിനേറ്റ് ചെയ്തിട്ട് കുറെ സമയമായി. അപ്പൊ യൂറിൻ നമ്മുടെ ബ്ലാഡറിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഒത്തിരി ആയി എന്ന് തോന്നുന്ന ആ ഒരു ഘട്ടം, അത് അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത് ഐ ഫീൽ ടു ഗോ ടു ടോയ്ലറ്റ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നതിനാണ് ഐ ആം ബേഴ്സ്റ്റിംഗ് എന്ന് പറയും. ഐ ആം ബേഴ്സ്റ്റിംഗ്. അപ്പൊ നമുക്കറിയാം ബലൂണൊക്കെ ബേഴ്സ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അപ്പൊ അത് നിറഞ്ഞ് വായു നിറയുമ്പോ പൊട്ടുക എന്ന് പറയില്ല, ആ ഒരു ഘട്ടമാണിത്. അപ്പൊ അതെങ്ങനെയാണ് ഈ ബേഴ്സ്റ്റിംഗ് എന്ന് പറയുന്ന പദം ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഐ നീഡ് ടു പീ എ ലോട്ട്. പീ എന്ന് വെച്ചാൽ യൂറിനേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഐ നീഡ് ടു പീ എ ലോട്ട് ബിക്കോസ് ഐ ആം ബേഴ്സ്റ്റിംഗ്. എന്റെ ഈ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നല് അമിതമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് യൂറിനേറ്റ് ചെയ്യണം. ഐ നീഡ് ടു പീ എ ലോട്ട്, ഐ ആം ബേഴ്സ്റ്റിംഗ്. ഐ നീഡ് ടു പീ എ ലോട്ട്, ഐ ആം ബേഴ്സ്റ്റിംഗ്. ഐ ആം ബേഴ്സ്റ്റിംഗ് ആസ് ഐ ഹാഡ് നോട്ട് ഗോൺ ടു യൂറിനേറ്റ് സിൻസ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ തുടങ്ങി യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകാതിരുന്നത് കൊണ്ട് ഐ ആം ബേഴ്സ്റ്റിംഗ്. ഓക്കെ, ഇതാണ് എൻ്റെ അർത്ഥം. ഇനി എനിക്ക് ഒത്തിരി വിശക്കുന്നു. ഞാൻ വിശക്കുക എന്നുള്ളത് നമ്മൾ സ്റ്റാർവ് എന്ന പദം ഉപയോഗിക്കും അല്ലെ. ഐ എം വെരി ഹംഗ്രി. അപ്പൊ ഐ എം സ്റ്റാർവിങ്, അതായത് എനിക്ക് ഒത്തിരി വിശപ്പുണ്ടെന്ന് കാണിക്കുന്നതിനാണ് ഐ എം സ്റ്റാർവിങ് എന്ന് പറയുന്നത്. സ്റ്റാർവിങ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. എനിക്ക് ഒത്തിരി വിശപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരൂ, എങ്ങനെ പറയും? പ്ലീസ് ഗീവ് മീ സംതിങ് ടു ഈറ്റ്, ഐ എം സ്റ്റാർവിങ്. പ്ലീസ് ഗീവ് മീ സംതിങ് ടു ഈറ്റ്, ഐ എം സ്റ്റാർവിങ്. അവൾക്ക് ഭയങ്കരമായിട്ട് വിശന്നിരുന്നുകൊണ്ട് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തു, എങ്ങനെ പറയും? ഐ ഗേവ് ഹെർ റൈസ് ആസ് ഷീ വാസ് സ്റ്റാർവിങ്. അല്ലെങ്കിൽ ഷീ വാസ് സ്റ്റാർവിങ്, സോ ഐ ഗേവ് ഹെർ റൈസ്, അങ്ങനെയും പറയാം. ഇനി നമ്മൾ ഒത്തിരി ബിസി ആയിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്വാംഡ്. അപ്പൊ ഞാൻ ഒത്തിരി ബിസി ആണെന്ന് പറയുമ്പോൾ ഐ ആം സ്വാംഡ്. ഇനി സ്വാംഡ് ഉപയോഗിച്ചിട്ടുള്ള വേറെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. എനിക്ക് വെറുതെ പാഴാക്കി കളയാനായിട്ട് സമയമില്ല, ഞാൻ ഒത്തിരി ബിസിയാണെന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്, ഐ ആം സ്വാംഡ്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. വേസ്റ്റ് ചെയ്യാൻ സമയമില്ല.
ഐ ആം സ്വാംഡ്. ഒത്തിരി തിരക്കായിരുന്നുകൊണ്ട് അവള് ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. എങ്ങനെ പറയും? ആ ഷീ വാസ് സ്വാംഡ് സോ ഷീ സ്കിപ്ഡ് ഹർ മീൽ. ഷീ വാസ് സ്വാംഡ് സോ ഷീ സ്കിപ്ഡ് ഹർ മീൽ. ഞാൻ ഒത്തിരി ടയേർഡാണ്. ഐ ആം വെരി ടയേർഡ്. അതിനുപയോഗിക്കുന്ന വേറൊരു എക്സ്പ്രഷൻ ഏതാണ്? ഐ ആം എക്സോസ്റ്റഡ് അല്ലെ? ഐ ആം എക്സോസ്റ്റഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പദമാണ് ഐ ആം വോൺ ഔട്ട്. വോൺ ഔട്ട്. വോൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായി ടയേർഡാണ്. ഐ ആം വോൺ ഔട്ട്. ഇനി അതിന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. എനിക്ക് ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. എങ്ങനെ പറയും? I went to sleep early as I was worn out. I went to sleep early as I was worn out. അവൾക്ക് വളരെ ക്ഷീണമായതുകൊണ്ട് അവൾ നാളെ വരുള്ളൂ. അങ്ങനെ പറയും. She's worn out, so she will come tomorrow. She is worn out, so she will come tomorrow. ഇനി ഒത്തിരി അമിതമായിട്ട് മദ്യപിച്ചിരിക്കുന്ന ആളുകളെ നമ്മളെങ്ങനെ പറയും? അമിതമായിട്ട് മദ്യപിച്ചിരിക്കുന്നു. അപ്പൊ ഹാമേഡ്. ഐ ആം ഹാമേഡ് എന്നാണ് പറയുന്നത്. ഹാമർ എന്ന് പറഞ്ഞാൽ തലക്കിട്ടടിക്കല്ലേ, അപ്പൊ ബോധം പോകൂലേ? അതാണ് ഇവിടെ ഏകദേശം അത് ആ ഒരു മീനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവൂലല്ലോ. അപ്പൊ അതാണ് ഐ ആം ഹാമേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാമേഡ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഐ കനോട്ട് സ്പീക്ക് വെൽ ബിക്കോസ് ഐ ആം ഹാമേഡ്. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഞാൻ അമിതമായി മദ്യപിച്ചിരിക്കുന്നു. ഐ കനോട്ട് സ്പീക്ക് വെൽ ബിക്കോസ് ഐ എം ഹാമേഡ്. അവൻ അമിതമായിട്ട് മദ്യപിച്ചിരുന്നുകൊണ്ട് വണ്ടി ഓടിച്ചില്ല. അപ്പൊ അതെങ്ങനെ പറയും? അല്ലെങ്കിൽ അവൻ അമിതമായിട്ട് മദ്യപിച്ചിരുന്നുകൊണ്ട് കാറ് ഓടിച്ചില്ല. എങ്ങനെ പറയും? ആസ് ഹി വാസ് ഹാമേഡ് ഹി ഡിഡ് നോട്ട് ഡ്രൈവ് ദ കാർ. ആസ് ഹി വാസ് ഹാമേഡ് ഹി ഡിഡ് നോട്ട് ഡ്രൈവ് ദ കാർ. ഇനി അടുത്തതാണ്, നമുക്ക് അമിതമായിട്ട് ഉറക്കം വരുന്നു അല്ലെ? അപ്പൊ നല്ല ഉറക്കക്ഷീണം, ഉറക്കത്തിലിരിക്കണേ, ഇങ്ങനെ ഉറങ്ങിയിരിക്കണേ. അപ്പൊ അതിനുപയോഗിക്കുന്ന വാക്കാണ് ഐ ആം ഡ്രൗസി. ഐ ആം സ്ലീപ്പി എന്നതിന് പകരം ഐ ആം ഡ്രൗസി എന്നുള്ള ഒരു പദം നമുക്ക് ഉപയോഗിക്കാം. ഡ്രൗസി. അപ്പൊ ഈ ഡ്രൗസി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഞാൻ ഭയങ്കര സ്ലീപ്പി ആയിട്ട് തോന്നുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോണം. എങ്ങനെ പറയും? ഐ ആം ഡ്രൗസി, ഐ വാണ്ട് ടു ഗോ ടു ബെഡ്. ഐ എം ഡ്രൗസി, ഐ വാണ്ട് ടു ഗോ ടു ബെഡ്. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം അവൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം തോന്നി, ഭയങ്കര സ്ലീപ്പി ആയിട്ട് തോന്നി. എങ്ങനെ പറയും? ആഫ്റ്റർ നൈറ്റ് ഡ്യൂട്ടി ഷീ ഫെൽറ്റ് ഡ്രൗസി. ആഫ്റ്റർ നൈറ്റ് ഡ്യൂട്ടി ഷീ ഫെൽറ്റ് ഡ്രൗസി. നമ്മൾ നേരത്തെ അമിതമായിട്ട് മദ്യപിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഐ ആം ഹാമേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് മാത്രം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, ലിറ്റിൽ ഡ്രങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ പറയും? ഐ ആം ടിപ്സി. ഐ ആം ടിപ്സി. ഞാൻ കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഐ ആം ടിപ്സി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ടിപ്സി ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. നീ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്, എന്നാ നീ ഇവിടെ ഇരുന്നു എന്ന് പറയും അല്ലെ? അപ്പൊ ആർ യു ടിപ്സി? ദെൻ യു സ്റ്റേ ഹിയർ. ആർ യു ടിപ്സി? ദെൻ യു സ്റ്റേ ഹിയർ. നീ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടല്ലോ, അന്ന് പിന്നെ ഇവിടെ ഇരുന്നു എന്ന് പറയാം. ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് പാർട്ടിക്ക് പോകാം എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? ഐ ക്യാൻ ഗോ ഫോർ ദ പാർട്ടി ഈവൻ ഇഫ് ഐ ആം ടിപ്സി. ഐ ക്യാൻ ഗോ ഫോർ ദ പാർട്ടി ഈവൻ ഇഫ് ഐ ആം ടിപ്സി. എനിക്ക് പണമില്ല, ഐ ഹാവ് നോ മണി. അപ്പൊ അതിനെ വേറൊരു എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് പറയാം, ഐ ആം ബ്രോക്ക്. ഐ ഹാവ് നോ മണി എന്നുള്ളതിന് ഐ ആം ബ്രോക്ക് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ബ്രോക്ക് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഐ ആം ബ്രോക്ക് ആഫ്റ്റർ പേയിങ് ദ ഡെറ്റ്. കടമൊക്കെ തീർത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പണമില്ലാത്തവനായി. ഐ ആം ബ്രോക്ക് ആഫ്റ്റർ പേയിങ് ദ ഡെറ്റ്. ഷീ ഈസ് ബ്രോക്ക് ആസ് ഓൾ ഹെർ മണി വാസ് സ്റ്റോളൻ. ഷീ ഈസ് ബ്രോക്ക് ആസ് ഓൾ ഹെർ മണി വാസ് സ്റ്റോളൻ. അവളുടെ പണമെല്ലാം അപഹരിക്കപ്പെട്ടതുകൊണ്ട് അവൾക്ക് പണമില്ലാതായി. ഓക്കെ, അതാണ് അതിനർത്ഥം. വലിയ സാമ്പത്തിക നഷ്ടത്തിന് ശേഷം അവൻ പണമില്ലാതായി. എങ്ങനെ പറയും? ഹി വാസ് ബ്രോക്ക് ആഫ്റ്റർ ഗ്രേറ്റ് ഫിനാൻഷ്യൽ ലോസ്. ഹി വാസ് ബ്രോക്ക് ആഫ്റ്റർ ഗ്രേറ്റ് ഫിനാൻഷ്യൽ ലോസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ 10
പുതിയ പുതിയ എക്സ്പ്രഷൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിച്ച എക്സ്പ്രഷൻസും നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.